US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയങ്ങൾക്ക് മേൽ ശക്തമായ പ്രഹരമേൽപ്പിച്ച് അമേരിക്കൻ ഫെഡറൽ കോടതിയുടെ നിർണായക വിധി. 39 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളുടെ അഭയം, വർക്ക് പെർമിറ്റ്, ഗ്രീൻ കാർഡ്, പൗരത്വം എന്നിവയ്ക്കായുള്ള അപേക്ഷകളിൽ തീരുമാനമെടുക്കുന്നത് തടഞ്ഞുകൊണ്ട് ട്രംപ് ഭരണകൂടം നടപ്പിലാക്കിയ നിയമവിരുദ്ധമായ നയങ്ങളുടെ പരമ്പരയാണ് കോടതി റദ്ദാക്കിയത്. റോഡ് ഐലൻഡിലെ പ്രൊവിഡൻസിലുള്ള ചീഫ് US ഡിസ്ട്രിക്ട് ജഡ്ജി ജോൺ മക്കോണലാണ് യുണൈറ്റഡ് സ്റ്റേറ്റ് സിറ്റിസൺഷിപ്പ് ആൻഡ് ഇമിഗ്രേഷൻ സർവീസസ് കൊണ്ടുവന്ന ഈ വിവാദ നയങ്ങൾ വെട്ടിമാറ്റിയത്. ആഫ്രിക്കൻ, ഏഷ്യൻ, ലാറ്റിൻ അമേരിക്കൻ, മിഡിൽ ഈസ്റ്റേൺ മേഖലകളിൽ നിന്നുള്ള ഡസൻ കണക്കിന് രാജ്യങ്ങളിലെ ജനങ്ങളെ അനിശ്ചിതത്വത്തിന്റെ നിയമക്കുരുക്കിലേക്ക് തള്ളിവിടുന്നതായിരുന്നു ട്രംപിന്റെ ഈ ഉത്തരവുകളെന്ന് ജഡ്ജി നിരീക്ഷിച്ചു. അമേരിക്കൻ കോൺഗ്രസ് പാസാക്കിയ എല്ലാ നിയമപരമായ നടപടിക്രമങ്ങളും പാലിച്ചിട്ടും മാസങ്ങളോളം അപേക്ഷകളിൽ യാതൊരു തീരുമാനവുമില്ലാതെ കുടിയേറ്റക്കാർ കാത്തുനിൽക്കാൻ നിർബന്ധിതരായെന്ന് മുൻ US പ്രസിഡന്റ് ബറാക് ഒബാമ നിയമിച്ച ജഡ്ജി ജോൺ മക്കോണൽ ചൂണ്ടിക്കാട്ടി. നിയമപരമായോ ഭരണഘടനാപരമായോ ഉള്ള അധികാരമില്ലാതെയാണ് ട്രംപ് ഭരണകൂടം ഈ നയങ്ങൾ നടപ്പിലാക്കിയതെന്നും അദ്ദേഹം വ്യക്തമാക്കി. വിവിധ കുടിയേറ്റ സേവന സംഘടനകളും തൊഴിലാളി യൂണിയനുകളും സംയുക്തമായി മാർച്ചിൽ നൽകിയ ഹർജിയിലാണ് ഈ ചരിത്രവിധി ഉണ്ടായിരിക്കുന്നത്. ഫെഡറൽ സർക്കാരിന് നിയമപരമായ കുടിയേറ്റ പാതകൾ അടച്ചുപൂട്ടാനോ ജനങ്ങളുടെ ജന്മദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വിവേചനം കാണിക്കാനോ കഴിയില്ലെന്ന് ഈ വിധിയിലൂടെ വീണ്ടും തെളിയിക്കപ്പെട്ടതായി ഹർജിക്കാർക്ക് വേണ്ടി ഹാജരായ ഡെമോക്രസി ഫോർവേഡ് എന്ന നിയമസംഘടനയുടെ മേധാവി സ്കൈ പെരിമാൻ പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ, ഇറാൻ, ഹെയ്തി, സൊമാലിയ, വെനസ്വേല, സിറിയ തുടങ്ങിയ രാജ്യങ്ങൾക്കാണ് ട്രംപ് ഭരണകൂടം പൂർണ്ണമായ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയിരുന്നത്. ഈ രാജ്യങ്ങളിൽ നിന്നുള്ളവരുടെ അപേക്ഷകൾ പ്രോസസ് ചെയ്യുന്നത് USCIS തടഞ്ഞുവെച്ചതോടെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ജീവിതമാണ് പ്രതിസന്ധിയിലായത്. എന്നാൽ നിയമം എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്നും കോൺഗ്രസ് പാസാക്കിയ കുടിയേറ്റ നിയമങ്ങൾ തന്നെ ലംഘിച്ചാണ് ഇവിടെ ഏജൻസി പ്രവർത്തിച്ചതെന്നും കോടതി വ്യക്തമാക്കിയതോടെ ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നീക്കങ്ങൾ കനത്ത തിരിച്ചടിയാണ് ഏറ്റിരിക്കുന്നത്.